ദൂരവിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാം അശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗത്താതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാ വീഴ്ച എന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ഉണ്ടനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങു പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാൽ എനിക്കേറെ ഭാഗ്യം
കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. പോകാമെനിക്കെൻ്റെ രക്ഷകന്റെ രാജ്യമദീനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഞങ്ങളുടെ ശിക്ഷാവും പരിപാലകനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥാപിതാവേ, ഈ പ്രഭാതത്തില് സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടെങ്കിലും പ്രത്യാശയും കൂടി ദിവസത്തിലേക്ക് അടുത്തു വരുന്നു. ജീവനും മരണവും നിന്റെ ദാനമാണല്ലോ. ജീവനെ പോലെ തന്നെ മരണത്തിൽ നീ ഞങ്ങളെ ചേർത്തുകൊണ്ട് ദൈവമാകാൻ ഞാൻ വാഴ്ത്തുന്നു. നീയാണല്ലോ ഞങ്ങൾക്ക് ജീവിതം തരുന്നത്. ഈ ലോകം ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ തരുന്നത് നീയാണല്ലോ. ഉപയോഗിക്കുമ്പോൾ നിന്റെ സന്നദ്ധിയിലേക്ക് നീ ഞങ്ങളെ വിളിച്ച് അടുപ്പിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളൊക്കെ വേറിട്ട് പോകേണ്ടവരാണല്ലോ. ഞങ്ങൾക്ക് മുന്നേ മരിച്ചവരെ ഞങ്ങളെ ഓർമ്മിക്കുന്നത് ഈ ജീവിതം നിമിഷ നേരത്തേക്കുള്ളതാകുന്നു. അത് എത്രയും വേഗം തീരും. അത് തീരുമ്പോൾ പോകുവാനായിട്ടുള്ള ഒരുക്കത്തോടുകൂടി ജീവിതം ക്രമീകരിക്കാനായിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാകാൻ സങ്കടത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയഭാവത്തെ കർക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകാല മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. പുറകോട്ട് നോക്കുമ്പോൾ നിന്നെ സ്തുതിപ്പാനല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. ജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ നൽകി, കുഞ്ഞുങ്ങൾക്ക് നൽകി, അവരുടെ ജീവിതത്തിൽ കൂടെ ഇത്രത്തോളം
ദീർഘനാളുകളുടെ കുടുംബജീവൻ നയിക്കാനായിട്ട് ഇടയാക്കിയത്, ഫലത്തിൽ ലഭിക്കാത്തതായിട്ടുള്ള അവസരം എന്റെ മക്കൾക്ക് നൽകിയത്. എങ്കിലും കർത്താവേ, വേർപാട് ദുഃഖത്തിന്റെ അനുഭവമാണ്, സങ്കടത്തിന്റെ അനുഭവമാണ്. ഇത്ര നാളെ കൂടെ ഇരുന്നയാൾ വേർപെടുത്തുമ്പോൾ ആ ജീവിതത്തിലെ ശൂന്യത നിൽക്കുവാനായിട്ട് ആർക്കും കഴിയില്ലല്ലോ. കർത്താവേ, ആ വലിയ വിടവ് നികത്തുവാന്റെ ഗവണം നിന്റെ ദാസനെ നീ ശക്തിപ്പെടുത്തണമേ. നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. മനുഷ്യരാൽ കൊടുക്കാവുന്ന ആശ്വാസങ്ങളൊക്കെ വ്യർത്ഥമാണല്ലോ. നിന്നിൽ നിന്ന് നിത്യമായിട്ടുള്ള സമാധാനം പ്രാപിക്കാൻ നിന്റെ മകൾക്ക് ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ മാറ്റപ്പെടുമ്പോൾ അതും സങ്കടവും വേദനയും നിറഞ്ഞതാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ, മാതാപിതാക്കന്മാർ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ, കർത്താവേ, അതും സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ അനുഭവമാണ്. എന്നാൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്നതായിട്ടുള്ള ഒരു ദിവസമല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ മരണം വേറൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണല്ലോ. ആ ജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവാസന്നത്തിൽ ഒന്നിച്ച് കാണുന്നതായിട്ടുള്ള ദിവസമല്ലോ. ആ ദിവസത്തെ നോക്കി പാർത്തുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ യാത്രയാകുന്നത്. ആ പ്രത്യാശ കൂടി ഈ പ്രിയപിതാവിനെ യാത്രയാക്കാൻ എൻ്റെ മക്കളുടെ യാത്രയാക്കാൻ കർത്താവെ, അതുകൊണ്ട് ശക്തിയും ബലവും പരിശുദ്ധന്മാരുടെ കൃപയും എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. വരുവാനുള്ളവരെയൊക്കെ കൂട്ടിവരുത്തണമേ. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ പ്രത്യാശയോട് നിർവഹിക്കാനായിട്ട് നമ്മളെ പ്രാർത്ഥിക്കപ്പെടണമേ. എല്ലാം തന്നെ സമർപ്പിക്കും. നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യമുള്ള കടക്കാരോട് കടങ്ങളുടെ ദോഷത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ ദോഷത്തെ എന്നുള്ള നാലാം ശക്തി മഹത്വം പിതാവ് പരിശുദ്ധമായ ദൈവത്തിന്റെ കൃപകളും നമ്മുടെ ജീവിതത്തോടും വേർപാടിന്റെ അനുഭവത്തിലായിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തിലുള്ള പ്രിയ മക്കളോടുകൂടി, പ്രത്യേകിച്ച് പ്രിയ മാതാവിനോടുകൂടി ഇപ്പോൾ എല്ലായ്പ്പോഴുണ്ടായിരുന്ന ആശ്വസിപ്പിച്ച് സമാധാനവും പ്രത്യാശയും നൽകി ദൈവം വഴി നിന്ന് മാറാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ
ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ. ഈ ലോകത്തിൽ തന്നെ ജനിക്കുന്നവർക്ക് ഈ ലോകത്തോട് യാത്ര പറയുന്ന വചനമായ ദൈവത്തിന്റെ നിയമങ്ങളാണ്. മനുഷ്യജീവിതം ആത്മീയതയും ഭൗതികതയും സങ്കരം ലോകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നാം ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഭൗതിക മനസ്സിലായി ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ആത്മീയ മനസ്സിനായി ജീവിക്കുവാനാണ് അവസരം. നാം എല്ലാവരും ലോകത്തിൽ ആത്മീയരാണ്. എന്നാൽ ഒരു വ്യക്തിയെ നമ്മൾ അഭിപ്രായം ഈ ലോകത്ത് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ദൈവമാണ് ഈ ലോകത്തിലെ ജീവിക്കുന്നത്. ദൈവത്തോട് മനുഷ്യന്മാരെ മനുഷ്യർക്കും സ്തുതിക്കുന്നില്ല എന്നത് അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടണം. വലുതനായ ദൈവം അംഗീകാരം മാത്രമാകുന്ന വലിയ പ്രശ്നം ഈ പിതാവിന് ഈ ലോകത്തിന് നിന്റെ വർഷക്കാലം ജീവിക്കുന്ന അവസരം നൽകി. ഒരു മകനായി, ഒരു ഭർത്താവായി, ഒരു പിതാവായി, വലിയ നല്ല സഹോദരൻ ദേശത്തിന് മാതൃകയുള്ള പിതാവായി ജീവിക്കാനാണ് അവസരം. മരിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം ചെയ്യുവാണ് യാത്രയുടെ അവസരം. ആ വലിയ ദൈവകൃപ, ദൈവത്തിന്റെ സ്നേഹം നാം ഓർമ്മിക്കുകയും ഈ പിതാവിന് ലഭിച്ചതായ നല്ല മാതൃകകൾ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളും പിന്തുടരാൻ സാധിക്കും. ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന കർത്താവിനെ ആശ്രയിച്ച ഈ പിതാവിന്റെ നന്മ ജീവിതം മാതൃകയാകാൻ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന പരിചയവും ജീവിക്കുന്നവരും ഒന്നായിരിക്കുന്ന സമൂഹമായിരിക്കുന്ന ഈ പിതാവിനെ ഇപ്പോഴും പിന്തുടരുവാണ് മനസ്സിലായിരിക്കുന്ന മാതാവിന് സഹോദരൻ മക്കൾക്ക് മറ്റ് സഹോദരങ്ങൾക്ക് തന്റെ കരുണാസനത്തിൽ നിന്നും ധാരാളമായ നന്മകളും സമാധാനവും നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് സ്ഥാപനം അവരുടെ വികാരി എന്നുള്ള നിലയിൽ ഇടവകയുടെ നാമത്തിൽ അവരോട് ഈ ഭാഗത്തിൽ ബന്ധപ്പെടുന്ന അനശ്വരവും ഞാൻ അറിയിക്കുന്നു. സമാധാനം പരിശുദ്ധമായ സമാധാനത്തിന്റെ ജീവിക്കുന്നവനും മരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമേ, പ്രഭാത സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അവകാശത്തിനായി പ്രാർത്ഥന ചെയ്യുന്നു. നീ ഞങ്ങളെ എല്ലാവരും സൃഷ്ടിച്ചതാണ്, മുൻപേരും വരുന്നതാണ്. നിന്റെ അനുഭവിച്ചവന് വിശ്വാസത്തിലൂടെ ചെയ്യുവാൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകം എന്നെ വിശ്വസിക്കുക, എന്റെ പിതാവിനെ വിശ്വസിക്കാൻ അങ്ങനെ ചെയ്ത കർത്താവേ,
നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സമാധാനം കണ്ടെത്തുന്നതാണ്. ക്രൂശിൽ നോക്കിക്കൊണ്ട് ദൈവകൃപ അനുഭവിക്കാൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളോട് ദുഃഖിക്കുന്നവരാകുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. നിന്റെ സാന്നിധ്യം ഈ ഫലത്തിൽ എപ്പോഴും ഉണ്ടാകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ എന്റെ ജീവനം നൽകുന്നു. കർത്താവിന്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിക്കാനായ കർത്താവ് വലിയവരെന്ന് വിശ്വസിച്ചവരും ജീവിക്കാൻ മരണത്തിനപ്പുറമായ ഞങ്ങളുടെ ജീവിതം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി വിശ്വസിക്കാൻ ഞങ്ങൾ യോഗ്യരാകുന്ന പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊന്ന് മാറ്റപ്പെടുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവർ കർത്താവിൽ വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടും ഒന്നിച്ചുള്ള കൂടി വരവിനായിട്ട് ഞങ്ങൾ യോഗ്യരായിരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ദുഃഖത്തിലും കണ്ടതിന്റെ ഏതോലും ആയിരിക്കുന്ന പ്രിയപ്പെട്ട അനുഭവി വിശേഷിച്ച് മക്കളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ, അനുഗ്രഹമാകണമേ. എല്ലാം നന്മയായി സകല ബുദ്ധിയും ദൈവ സമാധാനത ഈ ഭവനത്തെ ആശ്വസിക്കുകയും ചെയ്യുന്നു. സ്നേഹവും ഓരോരുത്തരുടെ ഈ ഭവനത്തിന്റെ എപ്പോഴും മായ വന്മണി മാതാന
പ്രാർത്ഥനയൊക്കെ ചെയ്തു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛൻ്റെ കാര്യം ചോദിക്കുകയുണ്ടായി. എന്താ കഴിഞ്ഞ ദിവസം ഈ വേർപാടിൻ്റെ ഭാഗത്ത് കൂട്ടുന്നുവെങ്കിൽ ദൈവം കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരു വചനം വായിക്കുന്നു. കർത്താവേ, തലമുറയായ ഞങ്ങളുടെ സങ്കീർണമായിരുന്നു. പർവ്വതങ്ങളുണ്ടായിരുന്നു നീ ഭൂമിയെ നീ അനാദിയായ ശാശ്വതമായ ദൈവമാകുന്നു. നീ മരണത്തിന്റെ മുകളിലേക്ക് മടങ്ങി ചെയ്യുന്നവരാകുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ ചെയ്യുന്നു. 1000 സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ പോയി രാത്രിയിലെ ഒരു യാമം പോലെ മാറിയിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ പോലെ അവർ രാവിലെ വിളിച്ചിരുന്ന നമുക്ക് പോലെയാകുന്നു. അത് രാവിലെ തകർച്ചു മുതലുന്നു. വൈകുന്നേരം അത് അരിഞ്ഞു വാഴുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ കോപത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകത്തിലെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളൊക്കെ നിന്റെ കോപത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ ദുരിതം പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആഴ്ചക്കാലം 70 സംവത്സരം ഏറെയായാൽ നിന്റെ സംവത്സരം അതിന്റെ പ്രയാസം അത് വേഗത്തിൽ ഞങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ നിന്റെ കോപത്തെയും ഇരിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനം പോലെ തക്കവണ്ണം ഞങ്ങളുടെ നാളിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോഴും മടക്കവരണമേ നിന്റെ കോപം താമസം അടങ്ങിയ സകലാവുന്നത് തന്നെ കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ കൊണ്ടുവരാകണമേ. എന്നാൽ ഞങ്ങൾ മുഖ്യം ഞങ്ങൾ നീ ഞങ്ങളുടെ ദിവസങ്ങളിലും ഞങ്ങളുടെ അനുഭൂതി സംവത്സരങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാരുടെ പ്രവൃത്തിയെയും അവരുടെ മക്കളുടെ മക്കളുടെ പെരുമാറകട്ടെ. ഞങ്ങളുടെ ദൈവമായ ഭൂമിയുടെ പ്രസാദം ഞങ്ങളുടെ തിരിമാറകട്ടെ. ഞങ്ങളുടെ കഴിയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതിനെ ഞങ്ങളുടെ കഴിയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ കാലം ചെയ്യേ Father.
ഓർമ്മിച്ചതുപോലെ പിതാവിനെ മാതാവിനെ കാണുന്ന സഭയിലെ കാണുന്ന സഭയിലെ പല രംഗങ്ങളും യാത്രയിലാണ് കടന്നു അറിയിച്ചിട്ടുള്ളത്. അനവേദിയുള്ള സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭയുടെയും എല്ലാ വിധത്തിലുള്ള അനുശോചനം ഈ ഭവനത്തെ വളരെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ മാത്രമല്ല നിങ്ങളുടെ പ്രത്യാശയിൽ നിങ്ങൾ പങ്കുചേരുന്നു. സകലബുദ്ധിയുള്ള വ്യക്തിയിലെ സമാധാനം ഈ ഭവനത്തെ നിറയ്ക്കുമാറാകട്ടെ. കർത്താവ് ഭവനത്തെ അനുഭവം നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളെ ഉറവിടമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ സന്തോഷ വേളകളിൽ മാത്രമല്ല ഞങ്ങളുടെ ദുഃഖത്തിന്റെ വേളകളിലും അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ അങ്ങ് ഞങ്ങളുടെ അവകാശം തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം തകർക്കത്തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകത്തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകത്തക്കവണ്ണമുള്ള സംഭവങ്ങൾ, അനുഭവങ്ങൾ വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ പിതാവിന്റെ യോഗം പോലെ വേർപാടുകൾ ഞങ്ങളുടെ ഹൃദയത്തെ തളർത്തുമ്പോൾ, ക്ഷീണിപ്പിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെല്ലാം പറഞ്ഞ് ആശ്വാസം പ്രാപിക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ ഞങ്ങളുടെ അച്ഛൻ്റെ യോഗത്തില് ഞങ്ങളെല്ലാവരും ദുഃഖത്തിലാണ്. മാനസികമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം ഞങ്ങളെ അനുഭവമുണ്ടെങ്കിലും കർത്താവെ സകലബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം ഈ ഭവനത്തെ സമാധാനം ഈ ഭവനത്തെ നിറയ്ക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ, അവരുടെ നിലവുകളിൽ നിറയ്ക്കണമേ. അവരുടെ മനസ്സിലെല്ലാ ഭാരങ്ങളിൽ നിന്നും മാറ്റി ഒരു പ്രത്യാശ ദൈവങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ. കർത്താവിന്റെ ഹൃദയത്തിൽ എല്ലാ നഷ്ടബോധവും മാറ്റിയിട്ട് ഉള്ളിലൊരു പ്രത്യാശയെ സ്വർഗ്ഗം പകരണമേ. അവരുടെ ഉള്ളിൽ എല്ലാ സങ്കടങ്ങളെയും സ്വർഗ്ഗം മാറ്റിയിട്ട് ഒരു ഉറപ്പും ധൈര്യവും പകരണമേ. ഈ വേർപാട് മാനസികമായി ഞങ്ങളെ വല്ലാതെ തളർത്തുകയെങ്കിലും കർത്താവിന്റെ വചനം ഞങ്ങളോട് പറയുന്നത് പോലെ കർത്താവ് ഈ ആയുസ് മാത്രം ഞങ്ങൾ പ്രത്യാശ വെച്ചാൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരെ വെച്ച് ഞങ്ങൾ അരിഷ്ടത്തിലേക്ക് തിരുവചനം പറയുന്നത് മരണാനന്തരം ഞങ്ങൾക്ക് ഒരു ജീവിതമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അത് നേടിയെടുക്കുവാനാണ് ഞങ്ങളെ സഹായിക്കണമേ. ഈ പിതാവിന്റെ ദേവയോഗ കുടുംബത്തിലായിരിക്കുന്ന ആരെങ്കിലും ആ ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് ഈ വേർപാട് നിമിത്തം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ സ്വർഗ്ഗം അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ അച്ഛന്റെ ദേവയോഗത്തിൽ കർത്താവ് ദുഃഖത്തിൽ അമ്മച്ച ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ പോലെ ദീർഘവർഷങ്ങൾ പിതാവിനെ പരിചരിപ്പാൻ അമ്മച്ചെ കർത്താവ് സഹായിച്ചു. കർത്താവ് സന്തത സഹചര്യ കൂടെ ഇരുന്ന് കർത്താവ് പിതാവിന്റെ കൂടെ നിന്ന് ആമൻ സ്തോത്രം, ആമൻ ഒരു ഉത്തമമായ അനുഭവം ആ പിതാവിന് നൽകി, പരിചരണം നൽകി, സ്നേഹം നൽകി, കരുതൽ നൽകി ആ പിതാവിനെ പരിചരിക്കുവാൻ അമ്മച്ചിക്ക് ഭാഗ്യത്തെ കൊടുത്തല്ലോ. കർത്താവ് ഇത്രയും നല്ലൊരു മനസമാധാനം കൊടുത്തിരുന്നല്ലോ. പലപ്പോഴും ഞങ്ങളത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിരുന്നല്ലോ. ക്ഷമയോടെ സഹിഷ്ണുതയോടെ ആമൻ കർത്താവെ പിതാവ് ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഒരു പിതാവിനെ പരിചരിക്കുവാനൊക്കെ അമ്മച്ചെ അങ്ങ് സഹായിച്ചു. ഈ നിയോഗം അമ്മച്ചെ വല്ലാതെ തളർത്തുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ കർത്താവ് നല്ല പിതാവായിരിക്കേണ്ട സ്ഥാനത്ത് നല്ല പിതാവായി, നല്ല തുണയായിരിക്കേണ്ട സ്ഥാനത്ത് നല്ല തുണയായി, ആശ്വസിപ്പിക്കേണ്ടുന്ന നല്ല അവസരങ്ങളിൽ നല്ലൊരു ആശ്വാസപ്രദനായി ദൈവത്തിന്റെ സാന്നിധ്യം അമ്മച്ചിയുടെ കൂടെ ഇരുന്നുകൊള്ളണമേ. ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ധൈര്യപ്പെടുത്തണമേ, ആ ഹൃദയത്തിൽ ധൈര്യം പകരണമേ, സമാധാനം പകരണമേ. ഈ വേർപാട് നിമിത്തം മാനസികമായിട്ട് അമ്മച്ചി തളർന്നു പോകാനോ ക്ഷീണിച്ചു പോകാൻ ഇടവരാതെ ഒരാത്മധൈര്യം, ദൈവത്തിലുള്ള പ്രത്യാശ പ്രിയമാതാവിന്റെ ഹൃദയത്തിൽ ദൈവം പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെ കർത്താവെ പിതാവ് ദിവസം ചേരുന്നതിന് മുമ്പ് ഒരു ദിവസം ആമേൻ പലപ്പോഴും വിഷയം പറയുകയും പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ വേർപാട് ടീച്ചറെയും വല്ലാതെ തളർന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ മകളെയും ദൈവം ധൈര്യപ്പെടുത്തി ശക്തീകരിക്കണമേ. ജോജാനെയും ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ദൈവം ധൈര്യം നൽകി പ്രത്യാശ പറയണമേ. കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചാട്ടെ. ദൂരത്തായിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് കൊണ്ടുവന്നത് ഓർത്ത് സ്തോത്രം. യാത്രകളിൽ ദൈവം പരിപാലിച്ചത് ഓർത്ത് സ്തോത്രം. നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ,
എൻ